റൂഷിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മളിവിടെ തന്നെ ഉണ്ട്. ഇവിടെ വരുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഗെയിം ഷോ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുമില്ലാത്ത അവരുടെ സമ്മാനങ്ങൾ അവർക്ക് നിശ്ചയിക്കാൻ പറ്റുന്ന രീതിയിൽ നിശ്ചിത സമയം കൊണ്ട് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭാതിൻ്റെ അടുത്തുള്ള അൽമനാമ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഈ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. പ്ലസ് ഓർ മൈനസിൻ്റെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെയുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. നമസ്കാരം, സുഖമായിരിക്കുന്നു? പേരെന്താണ്? നിഹാൽ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തലശ്ശേരിയിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ കണ്ണൂർ ചുമ്മാ വന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഗ്രീൻസിലേക്ക് വന്നതാണോ? അല്ല, ചേരാൻ വേണ്ടി വന്നു. ഇവിടെ കണ്ണൂർ എന്ത് കോഴ്സ് എന്താണ്? മെഡിക്കൽ കോഴ്സ്. എവിടെയാണ് ചേരുന്നത്? കണ്ണൂർ കാടിയ. ഓക്കെ, ശരി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു അല്ലേ? ഓക്കെ. തലശ്ശേരി പ്രോപ്പർ തലശ്ശേരി എവിടെ? തലശ്ശേരി കതിരൂരാണ്. അങ്ങനെ പറയാം. നമസ്കാരം, പേരെന്താണ്? ഷെസിൻ. രണ്ടുപേരും ഒരേ അവിടെ തന്നെ തലശ്ശേരിയാണ്. ശരി. അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേരാൻ. ശരി. ഓക്കെ. എന്തൊരു മെഡിക്കൽ ഫീൽഡ് ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? എല്ലാവരും പേടിക്കുന്ന ഒരു ഫീൽഡ്. കാരണം മെഡിക്കൽ കോഡിംഗ് എന്നുള്ളൊരു ആ രീതിയിൽ ചെയ്യുന്നതാണ് അല്ലേ? അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 3 months ആണ്. ഓക്കെ. അപ്പോൾ ക്ലാസ്സിന് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ക്ലാസ് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇപ്പോൾ വേറെ എന്തെങ്കിലും കോഴ്സ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഡിഗ്രി കഴിഞ്ഞാണ്. ഒരുമിച്ച് തന്നെ ചെയ്തേ ഡിഗ്രിയൊക്കെ? ഓക്കെ. എവിടെ നിന്നായിരുന്നു കഴിഞ്ഞേ? നമ്മളിവിടെ കോളേജ് ഓഫ് കോമേഴ്സ് എന്നാണ്. ശരി. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് ഇവർ കണ്ണൂർ വന്നിരിക്കുന്നത്. തലശ്ശേരിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ. ഇതിൽ സാധാരണ ഈ മൈക്കും ക്യാമറയൊക്കെ കാണുമ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ചെറിയൊരു നിശ്ചിത സമയം തരാം, ഒരു 5 മിനിറ്റ് സമയം. ഈ 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതിനുള്ളിലുള്ള നിങ്ങളുടെ കയ്യിലൊതുങ്ങുന്ന പ്രൊഡക്റ്റുകൾ, പലതുള്ളി പെരുവെള്ളമെന്നാണല്ലോ പറയാം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റിൽ ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. 2 ഭാഗത്തേക്കായിട്ട് പോയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ. അതിനു മുമ്പ് നമ്മളൊരു ബോക്സിൽ ഒരു റേറ്റ് എഴുതിയിട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എക്സാമ്പിൾ ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ള റേറ്റ് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നേരെ സാധനങ്ങളായിട്ട് ഇവിടത്തേക്ക് വരാം. പർച്ചേസിങ് കഴിഞ്ഞ ശേഷം ഇവിടത്തേക്ക് വരാം. നമ്മൾ ക്യാമറ ടീം പറയും, ടൈം കഴിയുമ്പോൾ ഇവിടുന്ന് പറയും, സ്ക്രീനിൽ കൗണ്ടിങ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ സെയിം പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരേ കമ്പനിയുടെ സെയിം പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. അല്ലാതെ വരുന്ന സാധനങ്ങൾ ടോട്ടൽ കൂട്ടി നോക്കും. അപ്പോൾ റേറ്റ് കിട്ടുമല്ലോ. ആ റേറ്റും നമ്മൾ ആ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റും അതിനുള്ളിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സമ്മാനമുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം, പല തുള്ളി പെരുവെള്ളം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സാധനങ്ങളാണ് ഇഷ്ടമുള്ള കുഞ്ഞു പ്രൊഡക്റ്റുകൾ മാക്സിമം പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അവിടെ റേറ്റ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗെയിം തുടങ്ങാൻ നമുക്ക് ഒരു 5 മിനിറ്റ് സമയമാണ്. റേറ്റ് ഇല്ല, ഏതാണ്ട് ഒരു 5 രൂപക്ക് ഉള്ളിലായിരിക്കും റേറ്റ് വരുന്നത്. ഇപ്പോൾ ഗ്രീൻസിൻ്റെ അവർ ഒരു റേറ്റ് എഴുതിയിട്ടുണ്ട്. അത് എത്രയാണെന്നുള്ളത് നമുക്കോ ആർക്കും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. ഓക്കെ. പ്രോഗ്രാം ആങ്കറിങ് ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സാധനം ഈ ഒരു ബോക്സിലാണ് ഞങ്ങൾ ആ റേറ്റ് എഴുതിയിട്ടിട്ടുള്ളത്. ഈ ഒരു ബോക്സിലാണ് റേറ്റ് എഴുതിയിട്ടിട്ടുള്ളത്. ഇതിനുള്ള എത്രയാണെന്നുള്ളതൊന്നും മാജിക് ഓടിച്ചിട്ടൊന്നുമില്ലല്ലോ ഇല്ല. അപ്പോൾ ശരി, ഈ 5 ഏതാണ്ട് 10,000 രൂപയ്ക്ക് താഴെയാണ് റേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. 10,000 രൂപയ്ക്ക് താഴെ. ഓക്കെ. അതിന് മുകളിലല്ല, 10,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഉള്ള 2 ട്രോളിയാണ്. ഈ ട്രോളി എടുക്കാം. കൃത്യമായിട്ട് ഞാൻ ഇവിടുന്ന് ടൈം കൗണ്ട് ചെയ്യും. ആ സമയത്ത് കൃത്യമായിട്ട് പോകാം. 2 ഭാഗത്തേക്കായിട്ട് പോയിട്ട് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം. ഓക്കെ. ട്രോളി എടുത്തോളൂ. 2 പേർക്കുള്ള ഓരോ ട്രോളിയുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരും. അപ്പോൾ ഏതാണ്ട് മെല്ലെ പോകാം. ഏതാണ്ട് ഒരു 10 രൂപയ്ക്ക് താഴെയുള്ള 10,000 രൂപയ്ക്ക് താഴെയുള്ള സാധനം റേറ്റാണ് എഴുതിയിട്ടില്ലത്. ഏതാണ്ട് പറയത്തില്ല. എന്തും എടുക്കാം. പക്ഷേ മാക്സിമം ചെറിയ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞു പ്രൊഡക്റ്റുകൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവർ ഏതാണ്ട് എത്ര വർഷത്തെ പരിചയം? 4 വർഷം. അപ്പോൾ നിങ്ങളുടെ ഒരു മനപ്പൊരുത്തം കൂടി നോക്കാം. കാരണം സെയിം പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഗെയിം ഒന്ന് ഔട്ടാവും. ബാക്കിയുള്ള സാധനങ്ങളാണ് നമുക്ക് കൂട്ടി നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ടൈം തുടങ്ങുകയാണ്. 5 മിനിറ്റാണ് നിങ്ങൾക്ക് സമയം കേട്ടോ. 5 മിനിറ്റിനുള്ളിലാണ് സാധനം പർച്ചേസ് ചെയ്യേണ്ടത്. 2 ഭാഗത്തേക്ക് പോകോ. ഇഷ്ടമുള്ള കുഞ്ഞു പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യും.
ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എപ്പിസോഡ് തുടങ്ങിയിട്ട് 2-3 എപ്പിസോഡ് പ്രേക്ഷകരിലേക്ക് എത്തി. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി സാധനം പർച്ചേസ് ചെയ്തത് കേട്ടോ, ബക്കറ്റ്. അത് സൂപ്പർ കേട്ടോ. കാരണം ബാക്കി എല്ലാവരും ചിന്തിക്കാത്ത വഴിയിലൂടെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നില്ല, അതുപോലെ. ശരി, അപ്പോൾ ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടറിലേക്ക് പോകണം. അവിടെ നമുക്ക് കൂട്ടി നോക്കാനുണ്ട്, കുറച്ച് നോക്കാനുണ്ട്. സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാനുണ്ട്. അപ്പോൾ റെഡി, വാ കൗണ്ടറിലേക്ക് പോകാം. റേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാം. ഏതാണ്ട് ഒരു 2-3 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. കൂട്ടുകാരൻ ഏതാണ്ട് എത്ര പൈസക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുന്നു? ഒരു ഊഹം വെക്കുകയാണെങ്കിൽ ഒരു 3000, 3500 ആ റേറ്റിനാണ് ഇന്ന് വിശ്വസിക്കുന്നു. 3500 രൂപയുടെ പർച്ചേസിംഗ് ആണ് കൂട്ടുകാരൻ നടത്തിയെന്ന് പറയുന്നത്. ഏതാണ്ട് അപ്പോൾ പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ റേറ്റ് എത്രയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരുടെയും പ്രൊഡക്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നത് 3500, അങ്ങനെ ആ റേറ്റിൻ്റെ അടുത്തായിരിക്കാം റേറ്റ് വരാൻ സാധ്യത എന്നാണ് പറയുന്നത്. കൂട്ടുകാരൻ എത്ര പൈസയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ 8653 വരും. ആളുടെ എത്രയായിരുന്നു? 4000 സംതിങ്. 4000 സംതിങ്. ഓക്കെ, ടോട്ടൽ 8653. 8653. 8653 രൂപയുടെ സംഭവമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നോളൂ. ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു ബോക്സിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതിലൊരു റേറ്റ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, നമ്മൾ എത്രയാണെന്നൊന്നും അറിയത്തില്ല. 8253 അല്ലേ? ഓക്കെ സാർ, നമുക്കിതൊന്ന് പ്രേക്ഷകർക്കൊന്ന് കാണിക്കാമോ? എത്ര പൈസയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം.
3100 ടു 3350 എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ടോട്ടൽ പർച്ചേസ് വന്നിരിക്കുന്നത് 8000 സംതിങ് രൂപ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ 2 പേർക്കുള്ള പ്രോത്സാഹന സമ്മാനം. സാർ പ്ലീസ് കൊടുത്തോളൂ. ഈ ഗെയിം നന്നായിട്ട് മത്സരിച്ചു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് മറക്കത്തില്ല കേട്ടോ, കാരണം ആദ്യമായിട്ടാണ് ഒരാൾ ബക്കറ്റ് എടുത്തിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ടീമാണ്. ഇത് പരിചയപ്പെടാം. നമസ്കാരം. LIC മേഖലയാണ്. ഓക്കെ, എത്ര വർഷം ഇപ്പോൾ? 11th year. ഓക്കെ, ഇവിടെ കണ്ണൂരിൽ തന്നെയാണ്. സ്വദേശം എവിടെയാണ്? താവക്കരയാണ്. ഓക്കെ. പേര്? രഞ്ജിത് കുമാർ. ഇവരൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല. ഈ കോവിഡ് എന്ന് പറയുന്ന സംഭവം വന്നതിന് ശേഷം ഇതിനോടൊക്കെ ഭയങ്കര ആൾക്കാർക്ക് താല്പര്യം കൂടിയിട്ടുണ്ട് അല്ലേ? കാരണം നമ്മുടെ ഹെൽത്ത് അവയർനെസ് കൂടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം എങ്ങനെയാണ് ഈ കോവിഡിന് മുന്നേ ഉള്ളതും ഇപ്പം നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ജനങ്ങൾക്ക് കൂടുതൽ അവയർനെസ് ഉള്ളതുകൊണ്ട് അവർ കുറച്ചും കൂടി കേൾക്കാൻ സമയം തരുന്നുണ്ട്. ബിസി ഇപ്പൊ നമുക്ക് സമയം ഉണ്ടായിട്ട് നമ്മുടെ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലായി. കോവിഡ് സിറ്റുവേഷൻസിൽ അവർക്ക് മനസ്സിലായി. അതന്നെ ശരിക്കും ഇങ്ങനെയുള്ള ഒരു പോളിസി നിർബന്ധമാണ്. LIC ആയിക്കോട്ടെ, ഏതായാലും ഒരു പോളിസി നിർബന്ധമാണ്. ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് വേണം. നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് കമ്പനി എന്നല്ല, അതാണ്. പേരെന്താണ്? മല്ലിക. മുന്നേ ജോലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻസിൽ തന്നെയാണോ പൊതുവേ വരാറ്? ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ പർച്ചേസിങ് പ്രൊഡക്റ്റുകൾ, റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണോ? അല്ലേ? ചേച്ചിയുടെ പേര്? വിജില. ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ആളുടെ പേരെന്താ? ചുമയുണ്ടോ? അത് പേരെന്താ? രാജ്വീർ. നല്ല അടിപൊളി പേരാണല്ലോ. എത്ര മണിക്ക് വന്നു ഇവിടെ? ഒരു ഹാഫ് ആൻ അവർ ആയി അല്ലേ? ഏതാണ്ട് കുഴപ്പമില്ലാതെ പർച്ചേസ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ബില്ലാക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്. ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. നിങ്ങൾ 2 ട്രോളി ഇവിടെയുണ്ട്. നിങ്ങൾക്ക് 2 ടീമായിട്ട് പോകാം. എനിക്ക് തോന്നുന്നു 2 പേര് ഒരു ടീമായിട്ട് പോകാം, ചേട്ടൻ ഒരാളായിട്ട് പോകാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമാണ്. ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ റേറ്റ് ചെയ്തിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ് സമയത്തിന് ശേഷം നിങ്ങളോട് പറയും കൃത്യമായിട്ട് നമ്മുടെ ഈ കൗണ്ടറിന് എടുക്കുക വരാം. നിങ്ങൾ സെയിം പ്രൊഡക്റ്റുകൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റുകളുടെ MRP റേറ്റ് നോക്കി, 2 ടീമിൻ്റെയും MRP റേറ്റ് നോക്കിയിട്ട് വരുന്ന റേറ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ ഈ ബോക്സ് എഴുതിയിട്ടിരിക്കുന്ന റേറ്റിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഒരു നല്ലൊരു സമ്മാനം ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇനി അല്ലെങ്കിൽ പോലും ഒരു പ്രോത്സാഹന സമ്മാനം. തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു സമ്മാനമുണ്ട്. അപ്പോൾ താവക്കര എവിടെ? കറക്റ്റ് താവക്കര തന്നെ, എവിടെയാണ്? കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ്. ശരി, അപ്പോൾ ഇവർക്കുള്ള സമയം ഇവിടെയുണ്ട്. ഇതാ, ഞങ്ങൾ ഈ ഒരു ബോക്സിൽ റേറ്റ് എഴുതി ഇട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിലൊരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല, ഗ്രീൻസിൻ്റെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ ഈ ഒരു ട്രോളി കൈകാര്യം ചെയ്തോളൂ. 2 ഭാഗത്തേക്കായിട്ട് പോവാം. പിന്നെ നിങ്ങൾ 2 പേരും ഒരു സ്ഥലത്തേക്ക് പോവാം, ഇഷ്ടമുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗെയിം ആരംഭിക്കാൻ പോവാണ്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തേക്കായിട്ടാണ് ഇവർ പോകാൻ പോകുന്നത്, ഇഷ്ടമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ടൈം കൗണ്ട് ചെയ്യണം. കൃത്യമായിട്ട് പോവുക. 5 മിനിറ്റ് സമയം കൊണ്ട് കൃത്യമായിട്ട് സാധനം പർച്ചേസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, മാക്സിമം കുഞ്ഞു പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. 5 4 3 2 1 0. 2 ഭാഗത്തേക്കായിട്ട് പോയിക്കോ കേട്ടോ. ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തളത്തിൽ നിന്നും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റാണ് സമയം പറഞ്ഞിരിക്കുന്നത്. ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. റെഡി, സ്റ്റാർട്ട്. നോക്കി റേറ്റും കൂടി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. റേറ്റ് കൂടി
അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സാധനം 5 മിനിറ്റ് സമയം കൊണ്ട് സാധനം പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി നോക്കണം. സെയിം സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഔട്ടാവും. ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് നമ്മുടെ ബോക്സിൽ എഴുതിയിരിക്കുന്ന റേറ്റ് അത്ര നമുക്ക് ബാക്കിയുള്ള ഒരുപാട് കലാപരിപാടികളുണ്ട്. വരും. അപ്പോൾ ഇതാ ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് സാധനം ഇനിയിപ്പം നമ്മളിത് കൂട്ടി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വലിയൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആട്ടയാണല്ലോ അല്ലേ? കുറച്ച് വലിയൊരു പ്രൊഡക്റ്റ് ആട്ട മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം ചെറിയ പ്രൊഡക്റ്റുകളാണ്. പിന്നെ എല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് കൂട്ടി നോക്കാനുണ്ട്. സെയിം സാധനങ്ങൾ ഔട്ടാക്കാനുണ്ട്. ബാക്കി വരുന്ന റേറ്റ് കൂട്ടി നോക്കിയതിന് ശേഷം നമ്മുടെ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റും സെയിം ആണെങ്കിൽ ഇവർക്കൊരു നല്ലൊരു സമ്മാനം, ഗ്രീൻ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട്. ഇല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ശരി, അത് നമുക്ക് അമ്മച്ചിയുടെ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അമ്മ ഇങ്ങോട്ട് കയറിയെന്നോ, വരൂ. പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഇവിടെയുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടി നോക്കുകയാണ് എത്ര റേറ്റ് എന്നുള്ളത് നോക്കണം. അതിനുശേഷം ചേട്ടൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊന്ന് കൂട്ടി നോക്കാനുണ്ട്. നോക്കാം. $2788 രൂപക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ചേട്ടൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് എത്ര നമുക്ക് നോക്കാം. പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എവരിഡേയുടെ സെയിം കമ്പനി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെയിം കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗെയിമിൽ നിന്ന് ഔട്ടോ. അത് മൈനസ് ചെയ്തില്ലേ? അത് മൈനസ് ചെയ്തു. എവരിഡേയുടെ സെയിം കമ്പനി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഇതല്ലേ ഉള്ളൂ സെയിം കമ്പനിയുടെ പ്രൊഡക്റ്റ്, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവർ ടോട്ടൽ റേറ്റ് എത്രയായിരുന്നു? 5192. നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5192 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, MRP എല്ലാ സാധനങ്ങളൊക്കെ കൂട്ടി കിട്ടിയിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 5192 എന്നുള്ളതാണ് റേറ്റ്. ഇനി ഉള്ളത് നമ്മുടെ ഈ ഒരു ബോക്സിൽ എത്രയാണ് എഴുതി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കും. ഈ 5192 അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ നമുക്കൊരു നല്ല സമ്മാനമുണ്ട്. അപ്പോൾ ഇതാ എടുത്തോളൂ സാർ, ഒന്ന് നോക്കിക്കോളൂ. അതിൽ എത്രയാണ് ആ റേറ്റ്, എത്രയാണ് എഴുതിയിരിക്കുന്നത്, എൻവലപ്പിൽ എത്രയാണ് ആ റേറ്റ് എഴുതിയിരിക്കുന്നത്. 5192 എന്നുള്ളതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. ഇനി ഇതിലായി 5000 to 5500 രൂപ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 5000 to 5500 രൂപ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ 5192 രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പരിപാടിയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ നടുക്കുള്ള റേറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രീൻസിൻ്റെ ഒരു കിടിലം സമ്മാനം. ഓക്കെ, ഹാപ്പിയാണോ? അപ്പോൾ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, മത്സരിക്കണോ എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? അല്ലേ, ഇപ്പം എന്തായി, ഹാപ്പി ആയില്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതാ കൃത്യമായിട്ട് 5192 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു. ഇത് എഴുതിയിരിക്കുന്നത് 5000 to 5500 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവർ വിജയിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ സമ്മാനം. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ഒരു വിജയം ലഭിച്ചിരിക്കുകയാണ് രഞ്ജിത്ത് ആൻഡ് ഫാമിലി. അപ്പോൾ ഇവർ മനോഹരമായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന റേറ്റ് മുന്നേ മനസ്സിലാക്കിയത് എങ്ങനെ? ഏകദേശം നമ്മൾ 5000 രൂപേൻ്റെ വാങ്ങൽ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊതുവെ 5000 രൂപ ഒരു മാസത്തെ ഒരു പർച്ചേസിങ് ബഡ്ജറ്റ് അങ്ങനെയാണ്. അത് നമുക്ക് ഏകദേശം ഒരു ഇതുണ്ട്, ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഓർമ്മയുണ്ടാവും. അങ്ങനെ നോക്കിയെടുത്താണ്. അമ്പട വീര അല്ലേ? ശരി, അപ്പോൾ എന്തായാലും വിജയിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ സ്നേഹ സമ്മാനം നൽകുകയാണ്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഗംഭീരമായിട്ടുള്ളൊരു സമ്മാനത. വാങ്ങിക്കുക, എല്ലാവരും കൂടി വാങ്ങി. കഴിഞ്ഞിട്ടില്ല, മറ്റൊരു സമ്മാനം മനോഹരമായിട്ട് കൃത്യമായിട്ട് അവർ പർച്ചേസ് ചെയ്തിട്ട് ആ റേറ്റിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. വാങ്ങിച്ചോ സമ്മാനം. ഇതാ
മറ്റൊരു സമയത്ത് വാവ കൊടുക്ക്, വാവ കൊടുക്ക്. ആഹാ, അടിപൊളി. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കേട്ടോ. ഓക്കെ, ഹാപ്പി, സന്തോഷം. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ബൈ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പ്ലസ് ഓർ മൈനസ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. നല്ല ഗെയിമല്ലേ, ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത സമയം കൊണ്ട് പർച്ചേസ് ചെയ്തിട്ട് വിജയിക്കാനുള്ള ഒരു ഗെയിം കൂടിയാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഈ ഒരു പരിപാടി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാം, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ആളായിട്ട് പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് പുതിയ പർച്ചേസ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാം, ഗെയിമൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.